ഹലോ ടാരർ ലവേഴ്സ്, എല്ലാവർക്കും റോസ് ടാരോട്ട് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രണയബന്ധത്തിൽ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്കുള്ള കാരണം എന്താണ്. ഓക്കെ, നമുക്കപ്പോൾ റീഡിങ്ങിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ വ്യക്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വ്യക്തിയുടെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് വളരെയധികം പേടിയുള്ള ഒരു വ്യക്തിയാണ്. അതായത് പുറമേ അത് കാണിച്ചില്ലെങ്കിലും ഉള്ളിൽ വളരെ ഭയമുള്ള ഒരു വ്യക്തിയാണ്. കാരണം എല്ലാ കാര്യത്തിലും ഈ വ്യക്തി വളരെയധികം നെഗറ്റീവായിട്ടുള്ള ചിന്തകളാണ് ഈ വ്യക്തിയുടെ ഉള്ളിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ താൻ ഒറ്റപ്പെട്ട ഒരാളാണ്, അല്ലെങ്കിൽ തന്നെ ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല, താൻ എപ്പോഴും ഒറ്റയ്ക്കാണ് എന്നുള്ളൊരു ചിന്ത മാത്രമാണ് ഈ വ്യക്തിയുടെ ഉള്ളിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇവർ കൂടുതലായിട്ട് ഇങ്ങനെ ഉൾവലിയുന്ന ഒരു ടൈപ്പായിട്ട് തന്നെയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അപ്പോൾ അതായത് നിങ്ങളെന്താണെന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ എന്താണെന്നോ മനസ്സിലാക്കാനായിട്ട് ഈ വ്യക്തി ഒരിക്കലും ശ്രമിച്ചിട്ടില്ല എന്ന് തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഒരു തേർഡ് പാർട്ടിയുടെ പ്രശ്നം കൊണ്ടാണ് ഈ വ്യക്തി നിങ്ങളിലേക്ക് വരാത്തത് എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയല്ല. കാരണം ഈ വ്യക്തിയുടെ മനസ്സിൻ്റെ ഒരു പ്രശ്നമാണ്. അതായത് ഈ വ്യക്തി ഒരിക്കലും ഒരു മറ്റൊരു വ്യക്തിയെ പൂർണ്ണമായിട്ടും ഈ വ്യക്തി സ്നേഹിച്ചിട്ടില്ല ഇതുവരേക്കും. സ്നേഹം എന്താണെന്നുള്ളതും ഈ വ്യക്തി ഇതുവരേക്കും അറിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ്. അതായത് ഇപ്പോൾ നമ്മൾ ഒരു വ്യക്തിയെ പ്രണയിക്കുമ്പോൾ നമ്മൾ ആത്മാർത്ഥമായി പ്രണയിക്കുന്നു. ആ വ്യക്തി എല്ലാം കൊണ്ടും നമ്മൾ ഇഷ്ടപ്പെടാനായിട്ട് ശ്രമിക്കുന്നു, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട് മുന്നോട്ട് പോകുന്നു, അവർക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നു, അങ്ങനെയൊക്കെയാണ്. പക്ഷേ ഈ വ്യക്തി ഇതുവരേക്കും അങ്ങനെയുള്ള രീതിയിൽ ഉള്ളൊരു റിലേഷൻഷിപ്പിൽ ഇതുവരേക്കും ഈ വ്യക്തി വന്നിട്ടില്ല എന്ന് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് എന്താണ് ചെയ്യേണ്ടതെന്നോ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിൽ വേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്നോ ഒന്നും ഈ വ്യക്തിക്ക് പൂർണ്ണമായിട്ടും അറിയുകയില്ല. പിന്നെ ചെയ്യുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ അടുത്തു നിന്നും അഡ്വൈസ് വാങ്ങുക. ഓക്കെ, അതായത് മറ്റുള്ളവരിൽ നിന്നും അഡ്വൈസ് വാങ്ങിയിട്ട് അതുപോലെ പ്രവർത്തിക്കുന്ന ഒരു രീതി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവരുടെ മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് സ്നേഹിക്കാൻ എങ്ങനെയാണെന്ന് അറിയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പല രീതിയിലുള്ള തെറ്റിദ്ധാരണകൾ ചിലപ്പോൾ ഈ വ്യക്തിയുടെ അടുത്ത് നിന്ന് നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും. അതായത് ചിലപ്പോൾ തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ഒപ്പമാണോ ഇവർ, അങ്ങനെയൊക്കെ നിങ്ങൾ പല രീതിയിലും ചിന്തിച്ചു പോയിട്ടുണ്ടാവാം. പക്ഷേ ഇവരുടെ ഒരു സ്വഭാവം അല്ലെങ്കിൽ ഇവരുടെ ഉള്ളിൽ ഇങ്ങനെയാണ് എന്ന് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കുറേയധികം വിഷമിക്കുന്നുണ്ട് എന്നൊക്കെ മനസ്സിലാകുന്നുണ്ട്. അതായത് നിങ്ങൾ കൂടുതലും ഈ വ്യക്തിയുടെ സിറ്റുവേഷനെക്കുറിച്ച് പഠിക്കാനായിട്ട് ഉണ്ട് എന്ന് തന്നെയാണ്. അതായത് ഈ വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കുറേ കാര്യങ്ങൾ കൊണ്ടാണ് ഈ വ്യക്തി വളരെയധികം ഉൾവലിഞ്ഞു പോയിരിക്കുന്നത്. ചിലപ്പോൾ പണ്ടുണ്ടായിരിക്കുന്ന എന്തെങ്കിലും ഒരു വളരെയധികം വിഷമിക്കുന്ന ഒരു സിറ്റുവേഷനിലൂടെയൊക്കെ ഈ വ്യക്തി കടന്നു പോയിട്ടുണ്ടാവാം. ചിലപ്പോൾ അതോടുകൂടിയായിരിക്കാം ഇവർ വളരെയധികം അതായത് ആരോടും ഒരു അറ്റാച്ച്മെൻ്റ് ഇല്ലാതെ അങ്ങനെയൊക്കെ നടന്നിട്ടുണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ ഇവരുടെ ആ ഒരു സിറ്റുവേഷൻ കാരണം, അതായത് പഴയ ആ ഒരു പേടി ഈ വ്യക്തിയെ ഇപ്പോഴും പിന്തുടരുന്നു എന്ന് തന്നെയാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് പൂർണ്ണമായിട്ട് ഒരു വ്യക്തിയോട് സംസാരിക്കാനോ അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് വേറൊരു വ്യക്തിയെ മനസ്സറിഞ്ഞ് സ്നേഹിക്കാനോ ഒന്നും ഈ വ്യക്തിക്ക് അറിയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയെയും ആരും അങ്ങനെ ഇതുവരേക്കും സ്നേഹിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഇവർ വിശ്വസിക്കുന്നത്. പക്ഷേ നിങ്ങളുടെ ആ ഒരു സ്നേഹം അവിടെ മറഞ്ഞു കിടക്കുന്നു എന്നുള്ളത് ഈ വ്യക്തി അത് കാണുന്നില്ല. അതായത് ഇവരുടെ കാര്യം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ കാര്യങ്ങൾ മാത്രം ചെയ്യുക, ഇവരുടെ കാര്യങ്ങൾ മാത്രം നോക്കുക. ചിലപ്പോൾ നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടാവില്ലായിരിക്കാം. ഓക്കെ, അപ്പോൾ അത് അവരറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതോ ഒന്നുമല്ല. കാരണം ഇവരുടെ ആ ഒരു പേടി ഉള്ളിൽ കിടക്കുന്നത് കൊണ്ട് മാത്രമാണ്. അതായത് അവരത് കാണാതെ പോകുന്നത്. അതായത് ഒരു വ്യക്തിയെ, അതായത് ഇവരുടെ മുന്നിൽ കാണുന്ന ഒരു വ്യക്തിയെ ഇവരൊരിക്കലും മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കില്ല. ഓക്കെ, അതിപ്പോൾ എത്ര പ്രിയപ്പെട്ടവർ ആണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ വ്യക്തിയുടെ മുന്നിൽ കാണുന്ന ഒരാളെ ഇവർ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാനായിട്ട് ഒരിക്കലും ശ്രമിച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇവരുടെ ഒരു മൈൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഫ്രണ്ട്ഷിപ്പ് ആയാലും വരും പോകും എന്നുള്ളൊരു മൈൻഡ് ഉള്ളൊരു വ്യക്തിയാണ്. അതായത് സ്ഥിരതയായിട്ട് ആ വ്യക്തിയോടൊപ്പം നിൽക്കണം എന്നൊന്നും ഇരിക്കില്ല.
അതായത് ഇപ്പോൾ ഒരു ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും അത് പോകും വരും. ഇപ്പോൾ ഒരു ലവ് ആണെങ്കിലും അത് പോകും വരും. അതിൽ ഇത്ര പെരുത്ത് ഞാനൊന്നും ചെയ്യാനില്ല എന്നാണ് ഇവർ ചിന്തിക്കുന്നത്. പക്ഷേ റിയാലിറ്റി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഫുള്ള് അതായത് ഒരു വ്യക്തിയെ പൂർണ്ണമായിട്ട് സ്നേഹിക്കാനായിട്ട് ഇവർ ഉള്ളിൽ പേടിക്കുന്നു എന്ന് തന്നെയാണ്. കാരണം ഈ വ്യക്തിയുടെ ജീവിതത്തിൽ പണ്ട് സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം കൊണ്ട് തന്നെ. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ കൂടുതലുമായിട്ട് മനസ്സിലാക്കാനുണ്ട്. അതായത് ഇവരുടെ പാസ്റ്റിൽ എന്താണോ സംഭവിച്ചിരിക്കുന്നത് അത് നിങ്ങൾ അറിയേണ്ടതുണ്ട് എന്ന് തന്നെയാണ്. അല്ലാതെ ഈ വ്യക്തിയെ നിങ്ങൾ വീണ്ടും സ്നേഹിച്ച് ഇവരുടെ പുറകെ പോയിട്ടോ ഒന്നും ഒരു കാര്യവുമില്ല. കാരണം ഈ വ്യക്തിക്ക് അത് മനസ്സിലാകില്ല. കാരണം ഈ ഒരു അതായത് പാസ്റ്റിൽ നടന്ന ആ ഒരു സിറ്റുവേഷനെ ഒന്നും കൂടി ഈ വ്യക്തിക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അല്ലാതെ അല്ലാതെ ഈ വ്യക്തിക്ക് നിങ്ങളെ പൂർണ്ണമായിട്ട് സ്നേഹിക്കാനായിട്ട് കഴിയില്ല. ഇപ്പോൾ മറ്റുള്ളവരിൽ നിന്നും അഡ്വൈസ് വാങ്ങുന്നു എന്ന് പറയുന്നുണ്ട്. ഓക്കെ. അപ്പോൾ അതിവിടെ കാണിക്കുന്നുണ്ട്. പക്ഷേ അഡ്വൈസ് വാങ്ങുന്ന അതായത് അഡ്വൈസ് കൊടുക്കുന്ന ആ ഒരു വ്യക്തി ഒരു നല്ല ആളല്ല എന്ന് തന്നെയാണ്. കാരണം അവർ പറഞ്ഞു കൊടുക്കുന്ന രീതിയൊക്കെ വളരെയധികം തെറ്റായിട്ടുള്ളൊരു ഇതാണ്. ഓക്കെ. അപ്പോൾ ഈ വ്യക്തിയെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം എന്താണ് ഈ വ്യക്തിയെ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ പാസ്റ്റിൽ ഈ വ്യക്തിയെ വളരെയധികം ഒറ്റപ്പെടുത്തുന്ന ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഇവർക്ക് ആരെയും വിശ്വാസമില്ല. വിശ്വസിക്കാൻ തന്നെ ഇവർക്ക് പേടിയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ മൈൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും വരും പോകും എന്നുള്ളൊരു മൈൻഡാണ്. ആരും എൻ്റെ ഒപ്പം ഇതുവരേക്കും നിന്നിട്ടില്ല, അതുകൊണ്ട് ഇനി നിൽക്കാൻ പോകുന്നില്ല എന്ന വിശ്വാസമാണ് ഈ വ്യക്തിക്ക് ഇപ്പോൾ ഉള്ളത്. ഓക്കെ. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ അതായത് ഇപ്പോൾ നിങ്ങളുടെ പ്രണയബന്ധത്തിൽ ഉണ്ടാവുന്ന സിറ്റുവേഷൻസ് അതായത് അത് സിറ്റുവേഷൻസ് മീൻസ് പ്രശ്നങ്ങൾ. ഓക്കെ. ഈ പ്രശ്നങ്ങളുടെ മെയിനായിട്ടുള്ള കാരണം ഈ വ്യക്തി തന്നെയാണ്. അല്ലാതെ ഒരു തേർഡ് പാർട്ടിയുടെ പ്രസൻസ് ഇവിടെ കാണിക്കുന്നില്ല. പിന്നെ അഡ്വൈസർ എന്ന രീതിയിൽ ഒരാളുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ആ വ്യക്തി ഒട്ടും നല്ല രീതിയിലല്ല അഡ്വൈസ് കൊടുക്കുന്നത്. കാരണം അവരും എന്താണ് അവരങ്ങനെ ഈ വ്യക്തി അങ്ങനെ നന്നായി പോവണ്ട എന്നുള്ളൊരു ചിന്ത ഉള്ളൊരു ആളായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഈ വ്യക്തിയോട് നിങ്ങൾ പൂർണ്ണമായിട്ടും സംസാരിക്കാനായിട്ട് ആദ്യം ശ്രമിക്കുക എന്ന് തന്നെയാണ് പറയുന്നത്. അതായത് ഓരോ പ്രശ്നങ്ങൾ വരുന്നു, അടുത്ത പ്രശ്നങ്ങൾ അപ്പം തന്നെ വരുന്നു. അതായത് ഒരെണ്ണം സോൾവ് ചെയ്ത് അപ്പം തന്നെ അടുത്തത് വരുന്നു. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വ്യക്തിയോട് നിങ്ങൾ പൂർണ്ണമായിട്ട് മനസ്സ് തുറന്ന് സംസാരിക്കുക എന്ന് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവർക്ക് അഹങ്കാരമാണ്, ഇവർ ഇപ്പോൾ നിങ്ങളെ വലിയ കാര്യമാക്കുന്നില്ല, എന്തായാലും ഞാൻ ഈ ഒരു റിലേഷൻഷിപ്പ് ഇനി മുന്നോട്ട് കൊണ്ടുപോയിട്ട് കാര്യമുണ്ടോ എന്നൊക്കെ ആയിരിക്കും നിങ്ങളുടെ ഉള്ളിലെ ചോദ്യങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ റീഡിങ് നിങ്ങൾക്കുള്ളത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയോട് പൂർണ്ണമായിട്ട് തൻ്റെ സിറ്റുവേഷനെക്കുറിച്ചും എന്തുകൊണ്ടാണ് എന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നത് എന്നുള്ളത് ഈ വ്യക്തിയോട് തന്നെ നിങ്ങൾ തുറന്ന് സംസാരിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം ഇവരാദ്യം തന്നെ അത് തുറന്നു പറയാനായിട്ട് യാതൊരുവിധ ചാൻസും ഇല്ല. കാരണം ഇവരേറ്റവും കൂടുതൽ പേടിക്കുന്ന ഒരു കാര്യമാണ്. അതായത് ഈ വ്യക്തി ഇപ്പോൾ ഈ ഒരു കാര്യം പുറത്ത് ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവർ ഈ വ്യക്തിയിൽ യൂസ് ചെയ്യുമോ എന്നുള്ളൊരു പേടിയാണ് ഈ വ്യക്തിക്കുള്ളത്. അതായത് അവരത് മുതലെടുക്കുമോ എന്നുള്ളൊരു പേടിയാണ് ഈ വ്യക്തിക്കുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അതായത് നിങ്ങളെ വിശ്വസിക്കാം എന്ന രീതിയിൽ ഈ വ്യക്തിയെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ ഇവിടെ കാണിക്കുന്നുള്ളൂ. ഓക്കെ. അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ എന്താണോ തോന്നുന്നത് അത് ചെയ്യുക എന്നാണ് ഇപ്പോൾ ഇവിടെ കാർഡ്സ് പറയുന്നത്. അതായത് അതായത് നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണെന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയുക, അത് നിങ്ങൾ പുറത്തെടുക്കുക. കാരണം നിങ്ങൾ ഒരു പവർലെസ് ആയിട്ടുള്ള ഒരു വ്യക്തി അല്ല എന്ന് തന്നെയാണ്. ആ പവർലെസ് ആയിട്ടുള്ള വ്യക്തി എന്ന് പറയുമ്പോൾ അതായത് നമുക്കൊരു ധൈര്യമുണ്ട്. അതായത് നമ്മളുടെ ഓരോരുത്തരുടെ ഉള്ളിലും ഒരു ധൈര്യമുണ്ട്. ഓക്കെ. അപ്പോൾ ആ ധൈര്യത്തെ നിങ്ങൾ കൂടുതൽ പ്രചോദനപ്പെടുത്തുക എന്ന് തന്നെയാണ്. അതായത് നിങ്ങൾ ഇറങ്ങിയില്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് ചിലപ്പോൾ ഇപ്പോൾ തന്നെ അതായത് വരും ദിവസങ്ങളിൽ തന്നെ അവസാനിക്കാനായിട്ട് വളരെയധികം ചാൻസ് ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഇറങ്ങിയില്ലെങ്കിൽ മുന്നോട്ട് അത് കണ്ടിന്യൂ ചെയ്ത് പോകാനായിട്ട് വളരെയധികം ചാൻസ് കുറവാണ്. ഓക്കെ. അപ്പോൾ സമാധാനത്തോടു കൂടി ആ വ്യക്തിയുടെ സിറ്റുവേഷൻസ് എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കണമെന്ന് തന്നെയാണ്. ഓക്കെ. പ്രശ്നങ്ങൾ എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ തന്നെ കണ്ടെത്തണം. ഓക്കെ. അങ്ങനെയാണ് ഇവിടെ കാർഡ്സ് പറയുന്നത്. പിന്നെ നിങ്ങൾ ഇപ്പോൾ ഇവിടെ നമുക്ക്
പുതിയ ന്യൂ ഓപ്പർച്യൂണിറ്റി കാർഡ്, ഹാപ്പിനെസ് ഒക്കെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. സോ, അതായത് വളരെ സമാധാനത്തിൻ്റെ കാർഡൊക്കെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത് അതായത് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകാനായിട്ട് വളരെയധികം ചാൻസ് കൂടുതലാണ്. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ഈ വ്യക്തിയെ മനസ്സിലാക്കാനായിട്ട് ഇനിയും ബാക്കിയുണ്ടെന്ന് തന്നെയാണ്. അതായത് ഇവരുടെ ആ ഒരു അഹങ്കാരമല്ല ഇവരെ പിൻവലിക്കുന്നത്. ഓക്കെ, ഇവരുടെ ആ ഒരു ഈഗോയോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും, അതായത് ഇവരുടെ ദാക്ഷിണ്യോ അങ്ങനെയൊന്നുമല്ല. ഈ വ്യക്തിയുടെ ആ ഒരു അതായത് പാസ്റ്റിൽ നടന്ന ആ ഒരു സിറ്റുവേഷൻ കൊണ്ട് മാത്രം, ആ ഒരു പ്രശ്നം കൊണ്ട് മാത്രമാണ് ഇവരിത്രയും പിൻവലിഞ്ഞ് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വ്യക്തിയെ മനസ്സിലാക്കുക, ഈ വ്യക്തിയോട് തുറന്ന് സംസാരിക്കുക എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ വളരെ സമാധാനത്തോടു കൂടി മാത്രം ഈ വ്യക്തിയിലേക്ക് നിങ്ങൾ അപ്രോച്ച് ചെയ്യുക. കാരണം ഇവർ സമാധാനത്തിലിരിക്കുന്ന ഒരു സമയം നോക്കി മാത്രം ഈ വ്യക്തിയിലേക്ക് നിങ്ങൾ അപ്രോച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ആദ്യമൊന്നും ചിലപ്പോൾ പറഞ്ഞില്ലെങ്കിലും നിങ്ങളോട് ഈ വ്യക്തി എന്തായാലും മനസ്സ് തുറക്കുമെന്ന് തന്നെയാണ്. കാരണം ഇവർ ഒരു തുറന്നൊരു പുസ്തകം തന്നെയാണ്. ഓക്കെ, പക്ഷേ ആരും ഈ വ്യക്തിയെ മനസ്സിലാക്കാതെ വന്ന ആ ഒരു ടൈമിൽ ഇവരൊരടഞ്ഞ ഒരു പുസ്തകം പോലെ ആയി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ സമാധാനത്തിലിരിക്കുമ്പോൾ മാത്രം അപ്രോച്ച് ചെയ്യുക. ധൃതി പിടിക്കാതെ സമാധാനത്തിൽ ഈ വ്യക്തിയോട് കാര്യങ്ങൾ പറഞ്ഞ് ഇവരെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ സ്നേഹം എന്താണെന്നും, അതായത് നിങ്ങൾ ഈ വ്യക്തിയുടെ കൂടെ ഉണ്ടെന്നുള്ളൊരു വിശ്വാസവും ഈ വ്യക്തിക്ക് നിങ്ങളിൽ വരണം. ഓക്കെ, അപ്പോൾ ഇത്രയുമുള്ളൂ റീഡിങ്. താങ്ക് യു.